നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. NSIU ദേശീയ നേതാവ് ആന്ധ്രയിൽ മൃഗീയമായി കൊല്ലപ്പെട്ട നിലയിൽ NSIU ദേശീയ സെക്രട്ടറി രാജ് സമ്പത് കുമാർ ആണ് മരിച്ചത്. ആന്ധ്രയിലെ ധർമാവരത്തിനടുത്ത് ഒരു തടാകത്തിന്റെ കരയിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ദേഹമാസകലം പരിക്കേറ്റ നിലയിലാണ് മൃതദേഹമുള്ളത്. കേരളത്തിന്റെ ചുമതലയിലുള്ള ദേശീയ സെക്രട്ടറി കൂടിയാണ് രാജ് സമ്പത് കുമാർ. ആന്ധ്ര സ്വദേശിയായ ഇദ്ദേഹം ബിജു സമ്പത് കുമാർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാർട്ടിയുമായി വളരെ ആത്മബന്ധവും പാർട്ടിക്ക് വേണ്ടി ഏത് സമയവും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു സമ്പത് കുമാർ. അദ്ദേഹത്തിന്റെ കൊലപാതകം പാർട്ടിയെ ഒന്നടങ്കം ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിൽ നടന്ന KSU സംസ്ഥാന ക്യാമ്പിലും സമ്പത് കുമാർ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പേജുകളെല്ലാം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ നേതാക്കളുമായി സുഹൃത്ത് ബന്ധം ഉള്ള വ്യക്തി കൂടിയാണ് സമ്പത് കുമാർ. എന്നാൽ എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഭൂമി ഇടപാടും വ്യക്തി വൈരാഗ്യവും മൂലം കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയം. അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം KSU ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ന് കേരളത്തിൽ എത്താനിരുന്നതാണ് രാജ്കുമാർ സമ്പത്ത്. അതിനിടയിലാണ് ഇപ്പോൾ കൊലപാതക വാർത്ത പുറത്തുവരുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് മൃതദേഹം തടാകക്കരയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായത്. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രൂരമായ പരിക്കുകൾ ദേഹത്തുണ്ടായിരുന്നു. ചിത്രങ്ങൾ യൂട്യൂബ് നിയമങ്ങൾക്ക് എതിരായതിനാൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. TP ചന്ദ്രശേഖരനെ വധിച്ചതിനേക്കാൾ അതിക്രൂരമായാണ് ഇദ്ദേഹത്തെ വധിച്ചിട്ടുള്ളത്. അതേസമയം മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു വിശദമായ കാര്യങ്ങൾ ഇൻക്വസ്റ്റ് നടത്തിയതിന് പിന്നാലെ മാത്രമേ പുറത്തു വരികയുള്ളൂ. നിലവിൽ ആന്ധ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി ഇടപാടുമായി വന്ന തർക്കം മാത്രമാണോ അതോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കൊലപാതകത്തിന് പിന്നിൽ ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന.